ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ തൽക്കാലം ഇതിന് സമ്മതിക്കുക. നിങ്ങൾക്ക് ഇവിടെ ആളെ നിർത്തുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ. നാളെ തന്നെ നിങ്ങൾക്ക് പണം കിട്ടി കമ്പനിയുടെ കടങ്ങൾ അടച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ അയാൾ ഇവിടുന്ന് പോവുകയും ചെയ്യും. അതുവരെ മാത്രമേ അങ്ങനെ ഒരാളോട് നിൽക്കുള്ളൂ. ഗുഡ് മോർണിംഗ് ഹരി. ഗുഡ് മോർണിംഗ് സ്വാമി. വരണം, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. കയറി വരൂ. ആരടാ? സ്വാമിയാ. സ്വാമി ഇരിക്കാം. ഇറ്റ്സ് ഓക്കേ. ഓ സ്വാമിയാ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഓ എന്താണ് സ്വാമി ജയറിന്റെ ഉത്തരവ്? അതെ സ്വാമി, ധൈര്യമായിട്ട് പറയണം. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കണ്ട. ഓ ഞാൻ ജെആറിന്റെ ശമ്പളക്കാരന്. എനിക്ക് ജെആർ പറയുന്നത് കേൾക്കണം. അത് എനിക്ക് നിങ്ങളോട് വന്ന് പറഞ്ഞേ പറ്റൂ. ഞങ്ങളെ കൊല്ലാൻ പറഞ്ഞയച്ചിട്ടുണ്ടാവും. നോക്കൂ മാഡം, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കമ്പനിക്ക് നിങ്ങൾ ഒപ്പിട്ട വ്യവസ്ഥ വെച്ച് നിങ്ങൾ ഈട് വെച്ചിരിക്കുന്ന ഈ പ്രോപ്പർട്ടിയും ഭാർഗവന്റെ പ്രോപ്പർട്ടിയും ഇപ്പൊ കമ്പനിക്ക് സ്വന്തമാണ്. അല്ല അതെങ്ങനെയാ സ്വാമി? ലോണിന് വീഴ്ച വരുന്നത് സ്വാഭാവികല്ലേ? അത് ഒന്നിച്ചങ്ങ് അടച്ചു തീർക്കാമല്ലോ. അങ്ങനെ ചെയ്താലോ ഓക്കെ. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരെയുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ലോൺ അടച്ചു തീർക്കാൻ ഞങ്ങൾക്ക് 1 മാസത്തെ സാവകാശം തന്നൂടെ? അതിനുള്ളില് മുഴുവൻ കുടിശ്ശികയും ഞങ്ങൾ അടയ്ക്കും. പിന്നെ ബാക്കിയുള്ളത് ഒരു നോർമൽ ലോൺ ആയിരിക്കുമല്ലോ. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷെ ജെആറിന് മനസ്സിലാവണമെന്നില്ലല്ലോ. അല്ല, പിന്നെ അയാൾ എന്താ ഉദ്ദേശിക്കുന്നത്? സ്വാമി പറ. കമ്പനിയുടെ ഒരു സിസ്റ്റമാണിത്. കമ്പനിയുടേതായി കഴിഞ്ഞൊരു പ്രോപ്പർട്ടിയിൽ ഞങ്ങൾ മറ്റാരെയും താമസിപ്പിക്കാറില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ഈ പ്രോപ്പർട്ടിയിൽ തുടരുന്നത് ജെആറിന് ബുദ്ധിമുട്ടില്ല. ഓ, വല്ലാത്ത ത്യാഗമാണല്ലോ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി സഹിക്കുന്നേ. നിങ്ങൾ പറഞ്ഞതുപോലെ ആഫ്റ്റർ 1 മന്ത് പ്രോപ്പർട്ടി നിങ്ങളുടേതായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് യാതൊരു അവകാശവും ആവണല്ലോ. പക്ഷേ ഫോർ ദാറ്റ് 1 മന്ത്, അതായത് ഈ പ്രോപ്പർട്ടി ജെആറിന് സ്വന്തമാകുന്നതുവരെ ഞങ്ങളുടെ ഒരു റെപ്രസെന്റേറ്റീവ് ഇവിടെ താമസിക്കും. അല്ല അതെങ്ങനെ ശരിയാവും? മനസ്സിലായില്ലേ? ഇല്ലല്ലോ. ഞങ്ങളുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടപ്പെട്ട ഒരാള് ഈ 2 വീടുകളിൽ ഒന്നിൽ താമസിക്കാനായി എത്തും. അതെന്ത് മര്യാദയെ സ്വാമി? അല്ല, ഈ നാട്ടിൽ നിയമമൊന്നുമില്ലേ? ഈ കടം കൊടുത്തവനെ പോലെ കടമെടുത്തവനും അവകാശമില്ലേ? ഹരി ഒപ്പിട്ട് തന്ന പേപ്പറുകളിലെല്ലാം എല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. അറിയാം, കോർപ്പറേറ്റ് സ്വഭാവമുള്ള കമ്പനികളിൽ അടുത്തേക്ക് വരുന്നവന്റെ ആസ്തി വരെ എഴുതി വാങ്ങിക്കുമെന്നറിയാം. പക്ഷേ ഇവിടെ ഒരുത്തനും താമസിക്കാൻ വരാൻ പറ്റില്ല. കേട്ടില്ലേ? നടക്കുകയല്ല സ്വാമി. കേട്ടാ, പോയി പറഞ്ഞേക്ക്. അങ്ങനെ ഒരാള് കാലുകുത്തുകയല്ല. കേട്ടാ സ്വാമി? എക്സ്ക്യൂസ് മീ സ്വാമി, ഞങ്ങൾക്കും ജെആറിനും ഇടയിൽ സ്വാമിക്കറിയാത്ത പല കാര്യങ്ങളും ഉണ്ട്. ഉത്തരവനുസരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ജെആറിന്റെ നിർദ്ദേശം ഹരിയും കൂട്ടരും അംഗീകരിക്കും തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും സംഭവിക്കില്ല ജെആർ. ഹരി ആയാലും സുജാതയായാലും അഭിമാനികളാ. എല്ലാം നശിച്ചാലും പാതാളത്തിലേക്ക് താഴേണ്ടി വന്നാലും അവരാ അഭിമാനം ഉയർത്തിപ്പിടിക്കും. എനിക്കവരെ കുറച്ചു കാലത്തെ പരിചയമുള്ളൂ. പക്ഷേ അവരുടെ ഉള്ളിലൊരു സ്പാർക്കുണ്ട്. അത് വ്യക്തമായി ഞാൻ തിരിച്ചറിഞ്ഞതാ. അവരെ ഒരിക്കലും ഞാൻ കുറച്ച് കണ്ടിട്ടില്ല. ഉത്തരം പറഞ്ഞ ശരിയാ. അഭിമാനബോധം തിളച്ചു മറിയുന്നവരാണ് അവരല്ല. പക്ഷേ ഈ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. സ്വാമി കൊണ്ടുപോയ പ്ലാൻ വരച്ചിരിക്കുന്നത് ജെആറാ. നടക്കാത്ത ഒരു പ്ലാനും ജെആർ വരയ്ക്കാറില്ല. അത് നടക്കൂത്തര. എനിക്കൊട്ടും വിശ്വാസമില്ല. റിസൾട്ടുമായിട്ട് സ്വാമി വരട്ടെ. യു ജസ്റ്റ് വെയിറ്റ്.
അപ്പൊ തനിക്ക് കാണാം ജെആറിന്റെ മായാജാലം. തൽക്കാലം എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പോണം. ഇക്കാര്യത്തിൽ ജെആർ വിജയിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വരും, ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ. ഓക്കെ? ഓക്കെ. ഐ തിങ്ക് സ്വാമി ഇപ്പൊ അയാളുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഞാൻ കേട്ടു. ഞാനത് ജയാറിനോട് ചെന്ന് പറയുകയും ചെയ്യും. പക്ഷേ അവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. ജയാറിന്റെ സ്റ്റാഫ് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നല്ല. ദിസ് ഈസ് ദ ഫാക്ട്. ജയാറിന്റെ തീരുമാനങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. അത് 3 ദിവസത്തിനായാലും 30 ദിവസത്തിനായാലും. ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങളായിട്ട് കോടതിയിൽ പോവാലോ? ഫിനാൻസ് കമ്പനികളുടെ നിയമങ്ങൾ അറിയാത്തതുകൊണ്ടാ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അതിന് നിങ്ങൾ കോടതിയിൽ പോയതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കോടതി ജെആറിന് അനുകൂലമായ ഉത്തരം തന്നെ നൽകും. എന്റെ ഒരു അഡ്വൈസ് എന്താന്ന് വെച്ചാ, നിങ്ങൾ തൽക്കാലം ഇതിന് സമ്മതിക്കുക. നിങ്ങൾക്ക് ഇവിടെ ഒരാളെ നിർത്തുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ. നാളെ തന്നെ നിങ്ങൾക്ക് പണം കിട്ടി കമ്പനിയുടെ കടങ്ങൾ അടച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ അയാൾ ഇവിടുന്ന് പോവുകയും ചെയ്യും. അതുവരെ മാത്രമേ അങ്ങനെ ഒരാളോട് നിൽക്കുള്ളൂ. ഹരി, വെറുതെ ഒരു മത്സരത്തിന് പോയി കാര്യങ്ങൾ വഷളാക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം. Then you may decide. സ്വാമി, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം. Then okay. ഞാൻ ഓഫീസിലുണ്ടോ? വിളിച്ചാ മതി. രഘുവേട്ടൻ തിരിച്ചെത്തിയാൽ എല്ലാം നേരെയാക്കാം എന്നൊരാശ്വാസത്തെക്കുറിച്ച് ചിന്തിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും അടുത്ത നടപടി വന്നു. നമ്മളെ കൊണ്ടൊരിക്കലും കടം തിരിച്ചടയ്ക്കാൻ പറ്റില്ല എന്ന് അയാൾക്കൊരു തോന്നലുണ്ട്. അതിന്റെ ധൈര്യ ഈ കാണിക്കുന്നെ. ഹരി, അതെ, ഒരാള് വന്ന് നിക്കാനൊക്കെ പറഞ്ഞ അയാള് ഏത് തരക്കാരനായിരിക്കും? അമ്മാവ, ഒരാളെ നിർത്തുക എന്ന് പറഞ്ഞാല് അതൊരു പ്രയോഗം മാത്രമാണ്. അവരുടെ കമ്പനിയില് ഏറ്റവും താഴ്ന്ന ശമ്പളം വാങ്ങുന്ന ജോലിക്കാരെ ആയിരിക്കും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അവർ ഉപയോഗിക്കുക. ഈ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം ആളുകൾ താമസിക്കുന്നതും കൺമുന്നിലൂടെ നടക്കുന്നതൊക്കെ അതൊരു ഭീഷണിയായിരിക്കും. ഹരി, ഒരു കാര്യം ഉറപ്പാ, രഘുവേട്ടൻ തിരിച്ചെത്താൻ 3-4 ദിവസം എടുക്കും. മധുര നൊമ്പരക്കാറ്റ്